കാല 7 മണിക്ക് വന്നിട്ട് 5 മണി വரைக்கும் നിൽப்போம். ഒരു ചേട്ടൻ പറയും ഈ സ്ഥലമാണ് കറക്റ്റ്, വേറെ ചേട്ടൻ പറയും ഈ ഒരു സൺസ്ക്രീൻ യൂസ് பண்ணலாம்ல. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വ്ളോഗ് കുറച്ച് ലേറ്റായെന്നറിയാം, ആയാലും നല്ലൊരു വ്ളോഗിന് വേണ്ടി കുറച്ച് ലേറ്റായെന്നേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. വേറൊന്നുമല്ല, നമ്മളെ തൊട്ട് അടുത്തുള്ള നാടായ തമിഴ്നാട്ടിൽ പോയാണ്. വേറൊന്നുമല്ല, അവിടെ തെങ്കാശി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ സൺഫ്ലവർ ഉണ്ടല്ലോ, സൺഫ്ലവർ. അപ്പം ഇനി കാണാൻ പോകുന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. അപ്പം അതിൻ്റെ ബാക്കിയുള്ള സീൻസൊക്കെ കണ്ടുകൊണ്ട് വരും. ഗൈസ്, അങ്ങനെ അപ്പം മണിപ്പം 4:30 ആയിട്ടുണ്ട്. അപ്പം പോകേണ്ടിയുള്ള ഒരു പക്ക പ്ലാനിൽ നിൽക്കുകയാണ്. രാവിലെ 4:30 എണിച്ച് എന്ത് ചെയ്യണം നോക്കാം, സെറ്റ് ചെയ്യാം. അപ്പം ബാക്കി ട്രിപ്പിലേക്ക് പോവാം. വണ്ടി ഓടിച്ച് തന്നെ മടുത്ത് ഗൈസ്. നേരെ വിട്ടാക്കോ, നേരെ വിട്ടാ സ്ട്രൈറ്റ് ആണോ? ഓക്കെ, താങ്ക്സ്. ഇവിടെ അന്യൻ ഷൂട്ട് ചെയ്ത് കൂടെ കാണാം, വീഡിയോ ഷൂട്ട് ചെയ്ത്. വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ചൂടും ഭയങ്കര തിരക്കുമാണ്. ഇവര് കാണുന്ന പോലെ ഫുള്ളും അടിയാണ്. ഒരു ചേട്ടൻ പറയും ഈ സ്ഥലമാണ് കറക്റ്റ്, വേറെ ചേട്ടൻ പറയും ഈ സ്ഥലമാണ് കറക്റ്റ്. അവരുടെ തർക്കമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയോ ഒരു സ്ഥലത്ത് നമ്മൾ ആ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. குளத்தாங்கரை போவோம். நேர போறது சுரண்டா, குளத்தாங்கரை போறது சாம்பிரா. அங்க போங்க, பூ சாம்பிரா பூ தெரியும். நீங்க போகும்போது லெஃப்ட்ல நோக்கியாலே பூ கண்டத்துல காணும். ഇങ്ങനെ നമ്മള് ഏതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സൺഫ്ലവർ കാണുന്നില്ലയോ? இப்பெல்லாம் வந்தது பார்க்க முடியும். ഓക്കെ, അപ്പൊ ഇനി അടുത്ത വർഷം ഓക്കെ, നൈസ്. കുറച്ചൊക്കെ തന്നെ അവിടെ പാവം ഒറ്റയ്ക്ക് നിൽക്കുന്ന സൺഫ്ലവർ. ബൈ. മാരിയമ്മ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഈ വെയില് നിൽക്കുന്നത് പറഞ്ഞു. അപ്പം ജസ്റ്റ് ചോദിച്ചു നോക്കാം. இந்த வெயில எப்படி பார்த்து நிக்கீங்க? வெயில எப்படி நிக்கிறீங்க? வெயில நின்னு பழக்கமா இல்ல, வேலை பார்த்ததில்ல, தொழில் தானே எங்களுக்கு. ஆமா ஆமா, அதுவும் கரெக்ட். எங்க வெயில. ஆமா ஆமா, ஒரு சன்ஸ்கிரீம் யூஸ் பண்ணலாம்ல. ஒரு சன்ஸ்கிரீம் யூஸ் பண்ணலாம்ல. அப்படினா என்னது? அப்படினா ஒரு க்ரீம் இருக்குது, அது யூஸ் பண்ணா அந்த வெயில் எல்லாம் ரொம்ப இதாகாது. அதெல்லாம் ஒண்ணுமே அந்த காலத்துல கிடையாது. அதான் இப்ப இதுதான் எல்லாரும் யூஸ் பண்றாங்க. നമ്മൾ ഏതാണ്ട് സ്ഥലം കണ്ടു. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്, നിങ്ങൾക്കും കാണുമെന്നറിയാം. അപ്പം ഇനി ആ എക്സൈറ്റഡ് ആയ സീൻസൊക്കെ കണ്ടിട്ട് വരൂ. ഇവിടെ ഷൂ ഇട്ട് വന്ന് ഫുൾ സീൻ. ഷൂവിൽ ഇനി ചെളിയാവാൻ ഒരു സ്ഥലമില്ല. സ്ക്രീനരി കണ്ടിട്ട് വരുന്ന, അപ്പോൾ ജസ്റ്റ് അത് കണ്ടിട്ട് என்ன சொல்றீங்க? பல்லாரிக்கு என்ன சொல்றீங்க? பல்லாரியா? பல்லாரியா அப்படி ஏதோ பேர் சொல்லுங்க. உள்ளி உள்ளி. உள்ளிக்கு என்ன சொல்றீங்க? பெரிய உள்ளி. സവാള. സവാള. ഇതുവരെ വന്നിട്ട് ഒരു ചെടി പോലെ നട്ടില്ലെങ്കിൽ ചെറിയൊരു മനസ്സങ്കടം ഉണ്ടാവും. ഇപ്പം ഇതൊരു തൈ തന്നിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് വെച്ചിട്ട് തരാം. Never really know what's going on.
பறிச்சு கொடுத்துட்டு போங்க. ഒരു ചാക്കാ? വ്യവസായി എല്ലാം ഒന്ന് തന്നെ. அப்ப இந்த மக்கள் எவ்வளவு கஷ்டப்படுன்னு தெரியும்ல. വെണ്ടയ്ക്കാണ് കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി ഒരു വെണ്ടയ്ക്കയിലും மூட்டை ஒரு மூட்டை அடிக்கணும். ഒരു മൂട്ടയാ? 50 கிலோ. 50 கிலோவா? ஆனா உண்மையிலே ரொம்ப கஷ்டம். வேற என்ன சொல்லுதீங்க? ஒரு மூட்டை 70 கிலோ. இந்த வெயில்ல நீங்க ஒர்க் பண்றது உண்மைதான். நொடிக்க நாங்க இத பறிச்சு அளவே நொடிக்க. வெண்டையில வெண்டைக்கு இதெல்லாம் ஊருல. அம்மா அதான் நொடிக்க சொன்னோம். நொடிச்சா அதுல தெரியும்ல. ஒரு 2 மூட்டை மேக்கங்களுக்கும் பேசணும்ல. இல்ல முடியாது, என்னாலே முடிய மாட்டேங்குது. காலைல 7 மணிக்கு வந்துட்டு 5 மணி வரைக்கும் நிப்போம். அம்மா சீரியஸ்லி பாடாங்க. அவங்க 2 மணிக்கு விட மாட்டாங்க. அதான் நீங்க கவர்மெண்டா வேலை பண்றீங்க இல்ல, அதனால நாங்க டெய்லி இங்க வந்தாதான். ஓகே. ஒரு சண்டே மட்டும் தான் நான் லீவ் கிடையாது. கார் மிஸ் சுக கழட்டி நின்னுங்க சுடுது கால். அப்படியா? கால். ഓക്കേ. அப்ப ഈ ഒരു വെണ്ടയ്ക്ക ഇവർക്ക് തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ചേച്ചി. அவங்க கேக்குங்க வாய்க்காரங்க. உங்க ஒரு மிளகா இனிக்குமோ? കടിച്ചു പാക്കവാ. ടാറ്റാ. ഇന്ന് ബർത്ത്ഡേയും സെലിബ്രേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹാപ്പിയായ ഒരു ദിവസം നേരുന്നു. എപ്പോഴും ലൈഫിൽ കുറച്ച് ചില്ലായിട്ടൊക്കെ ഇരിക്കുക, കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.